ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണു. ഞാൻ ചുരുണ്ടി കിടക്കണുണ്ടപ്പോഴേ എന്താ സംഗതി എന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഒരു ഗാർഡനിലാണ്. പക്ഷെ നമ്മുടെ ഗാർഡനിലല്ല, ഇന്ന് റോസിൻ്റെ വീട്ടിലെ ഗാർഡനിലാണ് നമ്മളുള്ളത്. റോസ് നല്ല സമ്മറായിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടോ, ഗാർഡനും പൂക്കളും പുഷ്പങ്ങളും ഒക്കെ ആയിട്ട്. ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി ഇങ്ങോട്ട് വന്നതാണ്. ഞാനും റോസും കുറച്ചധികം കാലമായി ആംസ്റ്റർഡാമിലൊന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു വീഡിയോ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ ബേബി ഷോപ്പിംഗ് സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഷോപ്പിംഗ് അവസാനിപ്പിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ സംഗതിയും നമ്മൾ വാങ്ങി ഓർഡർ ചെയ്തു. കുറേയൊക്കെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളായിട്ട് പോയി കണ്ട് വാങ്ങിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇനി കുട്ടിക്കുള്ള റോംബറും അതേപോലെ തന്നെ സോക്സും പിന്നെ കുട്ടി തൊപ്പിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത്, ബോഡി സ്യൂട്ട്, സ്ലീപ്പിംഗ് ബാഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സ്ലീപ്പിംഗ് ബാഗ് എന്നല്ലേ പറയുക? മണ്ടത്തരമാണോ പറഞ്ഞത്? അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ 1-2 ഷോപ്പിംഗ് വീഡിയോ ബേബിയുടെ ചെയ്തതുകൊണ്ട് ഇനി ചെയ്യണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. ഒരു ഓർമ്മയായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എത്ര നേരം നമുക്ക് ആംസ്റ്റർഡാമിൽ പോയി കറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ പുള്ളിക്ക് കുറച്ചൊരു വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഒരു 2-2.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയി നടന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യം തോന്നാറുണ്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മളിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ കുറച്ച് ദിവസമായി പ്ലാൻ ചെയ്യുന്നു. മഴ, വെയിൽ, തണുപ്പ്, കാറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഫൈനലി നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ പോകാൻ പോവാണ്. റോസ് ഒരു ഹായ് പറയൂ. ഹായ്. ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങോട്ട് വണ്ടിയൊക്കെ ഓടിച്ച് വന്ന് ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷം ഇൻട്രോ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ആംസ്റ്റർഡാം സെൻട്രലിലോട്ട് പോകും. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്നലെ കറക്റ്റ് വിളിച്ചതും അല്ലേ, ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട്. എന്താണ് ആ കോയിൻസിഡൻസ് എന്നല്ലേ, അതിപ്പോൾ പറയാം. തിരിച്ചിവിടെ എത്തിയതിന് ശേഷം റോസ് മൻഷിഫി എന്നോട് എനിക്ക് തോന്നുന്നു കുറേ തവണ ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ക്രേവിംഗ് ഉണ്ടോ കഴിക്കാൻ വേണ്ടിയെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. നാട്ടിൽ പോയി ചൂടത്ത് ഭക്ഷണം കഴിക്കാത്ത ഒരു അവസ്ഥയിൽ തിരിച്ചു വന്നതുകൊണ്ട് എൻ്റെ എല്ലാവിധ ക്രേവിങ്ങും എവേർഷൻസും ഒക്കെ നഷ്ടപ്പെട്ടായിരുന്നു. എന്ത് തന്നാലും ഞാൻ കഴിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിയായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് പെട്ടെന്ന് ഒരു കപ്പിയും മീൻകറിയും കഴിക്കാൻ ഉള്ള ഒരു ആഗ്രഹം വന്നു. പക്ഷെ ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. ഇവിടെ വിളിച്ചപ്പോൾ ഇവിടെ കപ്പിയും മീൻകറി ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ ചുമ്മാ ഇവിടെ വിളിച്ച് വർത്താനം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു കപ്പിയും മീൻകറിയും കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഒരു പിറ്റ് സ്റ്റോപ്പ് ഇവിടെ എടുത്തതിന് ശേഷം നമ്മൾ പോകാൻ. പക്ഷെ അത് നമുക്കിങ്ങനെ കൊതി തോന്നുന്ന സമയത്ത് അപ്പം തന്നെ കിട്ടുമ്പോൾ ഭയങ്കര ഡിഫറെന്റാണ്. അല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കി വരുമ്പോഴൊക്കെ സമയം എടുക്കൂലോ. അങ്ങനെ അപ്പൊ കഴിക്കാം. പിന്നെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ട്. നമ്മുടെ കപ്പ. റോസ് ഫുഡ് വിളമ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾ അതിന്റെ ഏസ്തെറ്റിക് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഞാനും മനുഷ്യപ്പിയും കൂടി ഇന്നാള് പറഞ്ഞൊരു കാര്യമായിരുന്നു. അതന്നെ, നമ്മളിവിടെ ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അത് എല്ലാരും മര്യാദക്ക് കഴിക്കും ചെയ്യാറുണ്ട്. പക്ഷെ ഇവള് വന്നതിന് ശേഷം ഫുഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്ലേറ്റൊക്കെ വെച്ച് അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാറ്. സൈഡിൽ നല്ല മോഡൽ ഗ്ലാസ് ഒക്കെ വെച്ച് മാച്ചിങ് ആയി. അങ്ങനെ റോസ് നല്ല സിമ്പിളായി എലഗൻ്റായി നല്ല ഭംഗിയിൽ വീട് വെക്കുന്ന ഒരാളാണേ. അതും പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് നമുക്ക് ഓരോ കോർണേഴ്സ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐഡിയ റോസിൻ്റെ ഉണ്ടായിരിക്കും. എനിക്കൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലം ഒന്ന് ഭംഗിയാക്കി വരണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 3-4 മാസത്തെ ചിന്ത വേണം. അപ്പോൾ ഇതൊക്കെ റോസിൻ്റെ കലാവിരുദ്ധകളാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ റോസിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇഷ്ടം പോലെ കിഡ്ലൻ റെസിപ്പീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ റോസിന് പണിയെടുക്കാൻ മടിയായത് കാരണം അതെ. പക്ഷെ നല്ല റെസിപ്പീസാ റോസിന്റെ അധികം. കുക്ക് ചെയ്യാൻ നേരത്തെ എനിക്ക് എടുക്കാൻ ഭയങ്കര മടിയാ. എനിക്ക് അതിലും ഇഷ്ടം പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാനാണ്. എല്ലാം പ്രസന്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ. അപ്പൊ എല്ലാരും ചോദിക്കും റെസിപ്പി ഇടാൻ. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നു. അയക്കുമ്പോ ഞാൻ പേഴ്സണൽ ആയിട്ട് എല്ലാവർക്കും റെസിപ്പി പറഞ്ഞു കൊടുക്കും. അത്രയും ഡെഡിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ റെസിപ്പി വേണമെങ്കിൽ ചോദിക്കാറില്ല. എനിക്ക് അയക്കാൻ എളുപ്പമാണല്ലോ. റോസിന്റെ ആണ് നമ്മൾ ഉണ്ടാക്കിയ ചീര സാമ്പാർ, പിന്നെ ഗ്രീൻ ചിക്കൻ മാരിനേഷൻ. അത് ഞാൻ ഇതുവരെ വീഡിയോ ആക്കിയിട്ടില്ല. അത് ചെയ്യാനുണ്ട്. അങ്ങനെ റോസിന്റെ കുറെ റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. നേരിട്ട് കാണാനും നല്ല രസമുണ്ട്. റോസ് നമ്മുടെ എന്താ തീൻമേശ എന്നല്ലേ പറയാ? അല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡൈനിങ് ടേബിൾ എന്ന് പറയാൻ എനിക്ക് തോന്നണില്ല. ഇത് എന്നെ കൊണ്ട് വിളിച്ച് മറ്റേ ഇല കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. ഇല ഞാൻ കൊണ്ടുവന്നു. പിന്നെ മീൻകറി, ഉണ്ണിയപ്പം. എന്താ സ്റ്റൈല്.
മര്യാദക്ക് ഞങ്ങൾ കപ്പിൽ ചായ ഒഴിച്ച് കുടിച്ചിരുന്ന ഞങ്ങളാ. ഇപ്പൊ ഇങ്ങനെയൊന്നും ഇല്ലാതെ ഇറങ്ങില്ല തൊണ്ടേന്ന്. നിനക്കൊരു ഗസ്റ്റ് ഉണ്ടല്ലോ. അതാ അവൻ എല്ലാ വീട്ടിലും പോകുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെയും പൂച്ചയല്ല. ആരുടെ പൂച്ചയത്? ആരുടെയും പൂച്ചയല്ല, പക്ഷെ എല്ലാ വീട്ടിലും പോകുന്നുണ്ട് നെയ്ബേഴ്സ്. നല്ല ഉണ്ട കുട്ടൻ. എന്താണ് പേടിച്ചു പോയതാണോ? നല്ല ഉണ്ട പൂച്ച. ഗർഭിണിയാണോ? ആണോ? പാവട്ടോ, പേടിച്ചു പോയത്. വരണ്ടായിരുന്നു. ഗർഭിണിയാണെങ്കിൽ റിസ്ക് ആണ് കേട്ടോ ആ ചാട്ടമൊക്കെ. നമ്മുടെ കപ്പല്ലേ, ഞാൻ റോസിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തൊരു കപ്പായിരുന്നു. ഒരു സ്വെറ്ററും വാങ്ങിയിരുന്നു. അപ്പൊ ഓർമ്മിപ്പിക്കല്ലേ, അതിന്റെ ബില്ല് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല. ഈ പ്രാവശ്യം 2 സ്വെറ്റർ കേട്ടോ. 2 സ്വെറ്റർ വാങ്ങിക്കാം. ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നമുക്ക് ഫ്രോസൺ കപ്പ വാങ്ങിക്കാൻ കിട്ടുമേ. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പാക്കറ്റിൽ ഫ്രീസ് ചെയ്തിട്ട് വരുന്ന കപ്പയാണ്. അപ്പോൾ നമുക്ക് മുറിക്കുക, കട്ട് ചെയ്യുക, അങ്ങനത്തെ കഷ്ടപ്പാടുകൾ കപ്പ ഉണ്ടാക്കുമ്പോൾ ഇല്ല. ഇനി നമുക്ക് റോസിന്റെ വിവരണം ഒന്ന് കേട്ടാലോ, ഈ ഒരു കപ്പയും മീൻകറിയും പറ്റിയിട്ട്. നന്നായിട്ടുണ്ട്. നല്ല തേങ്ങ അരിച്ച മീൻകറിയും, നല്ല കപ്പ. ഇതിനെന്താ പറയാ, കപ്പ ഒലത്തിയതല്ല, പുഴുങ്ങിയത്. കപ്പ പുഴുക്ക്. കപ്പ പുഴുക്കും അല്ലെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് മധുരമുള്ള കട്ടൻ ചായയും. മധുരമുള്ള ലൈറ്റ്, ഒരുപാട് മധുരം ആഡ് ചെയ്യരുത്. ഇങ്ങനെ കുറച്ച് ലൈറ്റ് ആയിട്ട്. പിന്നെ കടുപ്പം കൂടുകയേ ചെയ്യരുത് കടിഞ്ചായ ഉണ്ടാക്കുമ്പോൾ. ലൈറ്റ് ആയിട്ടുള്ള കടിഞ്ചായ. പക്ഷെ എനിക്കിങ്ങനെ ഈ മീൻകറിയുടെ ആ ചൂടില് നമ്മളിങ്ങനെ ചൂട് ചായ, ആ എരിവില് ചൂട് ചായ കുടിക്കുമ്പോൾ നമുക്ക് കണ്ണിലൊക്കെ വെള്ളം വരില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കും ഇഷ്ടം. നല്ല അടിപൊളിയല്ലേ. ആരാ പറഞ്ഞ? നീയാണോ പറഞ്ഞ അമ്മ എപ്പോഴും ചൂട് വെള്ളേ തരുള്ളൂ എന്നുള്ളത്? എന്റെ അമ്മ. വെറുതെ കുറ്റം പറഞ്ഞോണ്ടിരിക്കട്ടെ. നമുക്ക് 2 രീതിയിൽ വീട് മെയിൻറ്റെയിൻ ചെയ്യാമല്ലേ. ഒന്ന്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന സമയത്ത് ആകെ മൊത്തം അങ്ങോട്ട് കച്ചറയാക്കി പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ ക്ലീൻ ചെയ്യുക. ഞാൻ അങ്ങനെയാണേ. പക്ഷെ വേറെ ചിലരുണ്ടായിരിക്കും ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം വൃത്തിയായി ചെയ്ത് അവസാനം വലിയ പണികളൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണ് റോസ്. നിങ്ങളിതിൽ ഏതിൽ വരുന്ന ആൾക്കാരാണ്? റോസിന്റെ ഗാർഡനിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി. നീ എത്ര 2 ചെടിയാണോ വാങ്ങിയേ? നല്ല ഷെറിയർ വാങ്ങിയിട്ടുണ്ടായിരുന്നോ? സ്ട്രോബെറി, വലിയൊരു സ്ട്രോബെറിയുടെ വട്ടത്തിലുള്ള സാധനം. നന്നായിട്ടുണ്ട്. പിന്നെ ആണോ? നീ വാങ്ങിക്കുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല അതില്? പുള്ളിയാണല്ലോ. കൊറേ നേരം ഇരുന്ന് പോണോ വേണ്ടേ സംശയിച്ച് മടിയല്ലേ. പിന്നെ വെയില് വന്നപ്പോ അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഇനി മഴയില്ലെന്ന് തോന്നുന്നു വരെ. എന്നാ പോവാ അങ്ങോട്ട്. ഇനി വീട്ടിൽ ഇരുത്താണ്ടിരിക്കും. പിന്നെ 5 മണിക്ക് ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇറങ്ങി. കഷ്ടപ്പാടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇറങ്ങണോ വേണ്ടെന്നൊക്കെ കുറെ ആലോചിച്ചു. പിന്നെ ഇനി മാറ്റി വെക്കാൻ സമയമല്ല ആക്ച്വലി. കാരണം ഇനി ഡ്രസ്സൊക്കെ വാങ്ങി അലക്കി മടക്കി ഒതുക്കി പെട്ടിയിലാക്കി കയറ്റി വെക്കുകയൊക്കെ വേണ്ട. അപ്പം എന്തായാലും ഒരു 33-34 മുന്നേ അവർ കംപ്ലീറ്റ് പരിപാടി തീർക്കാൻ പറയുന്നുണ്ട്. പിന്നെ എനി ടൈം വി ക്യാൻ എക്സ്പെക്ട് ആണ് അവർ പറയുന്നത്. നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ ആംസ്റ്റർഡാം റായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് P+R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അവിടെ നമ്മുടെ കാർ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് മെട്രോ എടുത്തിട്ട് സെൻട്രലിൽ പോകും. 2 സ്റ്റോപ്പ് എന്തോ വരുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ പാർക്കിങ്ങിൽ നമുക്ക് നല്ല ഫീ റിഡക്ഷൻ കിട്ടും. P+R എന്ന് പറയും. പാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ റൈഡ് എടുക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട്. മറ്റേത് നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മൾ പോകുന്ന സെൻട്രലിന്റെ അവിടെ പോയിട്ട് നമ്മൾ പാർക്ക് ചെയ്യാന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു × 10 ഒക്കെ ആയിരിക്കും അവിടുത്തെ ഒരു പാർക്കിംഗ് കോസ്റ്റ്. മറ്റേ വീക്കെൻഡ് അല്ലാത്തത് കാരണം ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. പക്ഷെ എന്നാലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മളിങ്ങനെ മെയിൻ സിറ്റീസിൽ പോയിട്ട് പാർക്ക് ചെയ്യുമ്പോൾ. സ്റ്റിൽ ഇപ്പോ കുറച്ച് നടന്നാൽ ഒരു മടിയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഓപ്ഷൻ ഇത് ഓപ്പൺ ആയി കണ്ടപ്പോൾ P+Rലോട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഒപ്പം ഉള്ളത് എക്സ്പീരിയൻസ്ഡ് മമ്മ റോസാണ് നമ്മൾ ഇന്നത്തെ എന്തൊക്കെ വാങ്ങിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ന്യൂ ബോൺ എസെൻഷ്യൽസ് ഞാനൊരു എക്സൽ ഷീറ്റ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ന്യൂ ബോൺ എസെൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പേരൻസിനും ഓരോ എസെൻഷ്യൽ കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ദീപ ചേച്ചിക്കും അമ്മു ചേച്ചിക്കും ഒക്കെ ഷെയർ ചെയ്തായിരുന്നു. 2 പേരും എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ അതിൽ ഇത് മുഴുവൻ വാങ്ങിച്ചോ, നിനക്ക് വേണം തോന്നുകൊണ്ടാണല്ലോ നീ എഴുതിയത്. പിന്നെ നീ അതിന് ശേഷം ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് ഇത് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അപ്പൊ അങ്ങനെ വേണ്ട, നിനക്ക് വേണം തോന്നിയ കാര്യം നീ അതിൽ എഴുതിയിട്ടുള്ളത് നീ വാങ്ങിച്ചോ. അപ്പൊ ഇന്ന് ഞാൻ റോസിന്റെ ലിസ്റ്റ് കാണിച്ചു കൊടുത്തപ്പോൾ റോസ് അതാ പറഞ്ഞു ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് വാങ്ങിക്കാം. നോക്കി കണ്ട് അങ്ങോട്ട് മേടിക്കാം. പക്ഷെ എന്നാലും ഈ സൈസ് ഒക്കെ മേടിക്കുമ്പോഴേ 50 വേണോ 56 വേണോ റോംബറിന്റെ സൈസ് എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്.
ഇതൊക്കെ അവിടെ പോയിട്ട് നോക്കുമ്പോ ഒരു ഐഡിയ കിട്ടുമായിരിക്കും അല്ലേ. ലെറ്റ്സ് ഗോ. വീക്ക് ഡേ ആയിട്ട് അധികം തിരക്കുണ്ടായിരിക്കില്ല. നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. കുക്കിക്കടയിൽ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, ചുൻ കഫേ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പക്ഷെ എനിക്ക് റോഡിൽ തിരക്കുണ്ട്. എന്ത് പത്ര എല്ലാവരും വീട്ടിൽ നിന്ന് മൊത്തം കഴിക്കണ്. ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതും വെനസ്ഡേ അല്ലേ ഇന്ന്? ആ നല്ല തിരക്ക്. ഇന്ന് ഓഫീസ് പോണ ദിവസമാണ് എല്ലാവരും. ഇന്ന് ഓഫീസ് കഴിയാൻ സമയമൊന്നായിട്ടില്ലല്ലോ. ഇങ്ങനെ നോക്കുമ്പോ എറണാകുളത്തോടെ പോണ പോലെ. ഈ ഒരു പാർക്കിംഗ് എല്ലാ ദിവസവും അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. വരുന്നതിന്റെ മുന്നേ വെബ്സൈറ്റ് നോക്കി കൺഫേം ചെയ്തിട്ട് വേണം വരാൻ. കാറ് പാർക്ക് ചെയ്തു. ഞാൻ ഇവിടെ P+R എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് പറയാം, കാരണം ആർക്കെങ്കിലും ഉപകാരമായാലോ. നമ്മളിവിടെ P+Rൽ കാറ് വന്ന് പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട് നമ്മൾ പോകും. അവിടെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരില്ലേ. വരുന്ന സമയത്ത് നമ്മളിവിടെ മെഷീനിൽ വണ്ടിയുടെ നമ്പർ അടിക്കുമ്പോൾ അവർ ഏകദേശം ഒരു 35-40 യൂറോൻ്റെ അടുത്ത് കാണിക്കും. അപ്പം നമ്മൾ നമ്മുടെ ട്രാവൽ കാർഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ 5-6 യൂറോ ആയിട്ട് കുറയും. അത് നമ്മളിവിടെ തിരിച്ചെത്തി 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ വണ്ടി എടുക്കണം. അപ്പം അങ്ങനെയാണ് P+R വർക്ക് ചെയ്യുന്നത്. ഇന്ന് നല്ല തിരക്കാട്ടോ. കുറേ തിരഞ്ഞിട്ടാണ് നമുക്കൊരു സ്ലോട്ട് കിട്ടിയത്. നീ ഫോട്ടോ എടുത്തായിരുന്നോ ഇവിടെ ഇട്ട്? ഞങ്ങൾ രണ്ടുപേരും നല്ല ബോധമുള്ള ആൾക്കാരാവുകൊണ്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കാർഡ് കാണാനുണ്ടാവില്ല, അല്ലെങ്കിൽ പാർക്ക് ചെയ്ത സ്ഥലം കാണാനുണ്ടാവില്ല, അന്വേഷിച്ച് കിടന്ന് മടുക്കാറുണ്ട്. പക്ഷെ ഗീതു അങ്ങനെയല്ല, ഗീതുവിന് കുറച്ച് ബോധമുണ്ട്. ഗീതു ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പാർക്ക് ചെയ്ത് നോക്കും, കാർഡ് എടുത്ത് വെക്കും. ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഒരു പാർക്കിംഗ് ഒന്ന്. പിന്നെ ഫ്രണ്ടും ബാക്ക് കൊടുത്ത് കളിച്ച് ബാക്കിലെ വണ്ടീനെ വെറുപ്പിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഇറങ്ങി. അവസാനം കാർഡ് കിട്ടി വീട്ടിൽ ജീൻസിന്റെ പോക്കറ്റുന്ന്. അതെ, നമ്മളിപ്പോ എങ്ങനെ പോണ അറിയോ? നമുക്ക് ഒരേ പൊക്കാണല്ലേ, നമുക്ക് ഇച്ചിരി വ്യത്യാസമുള്ളൂ. അതെനിക്ക് വയറ് വന്നെ കുറച്ച് ഇരുന്നു, ചെറിയ വ്യത്യാസമുള്ളൂ. എന്നിട്ടാണ് നീ വിഷ്ണു 100 തവണ പറഞ്ഞതായിരുന്നു ജാക്കറ്റ് എടുക്കാൻ, പക്ഷെ എടുത്തില്ല. തണുക്കണല്ലേ? ഞാനൊരു സ്വെറ്ററെങ്കിലും ഒട്ടിക്കുന്നു, റോസ് ടീഷർട്ടിലാ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ആംസ്റ്റർഡാം റായിന്ന് വെറും 5 to 6 മിനിറ്റേ നമുക്ക് റോക്കിന് എടുക്കുള്ളൂ കേട്ടോ. എന്ത് അടിപൊളിയല്ലേ? വേണ്ടി ഓടുന്ന മെട്രോ പോലെ ഉണ്ട്. ഇവിടുന്ന് കയറുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. തിരക്ക് അല്ലേ? അല്ല, ലാസ്റ്റ് പോകെയൊക്കെ ആകുമ്പോഴൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ ചാനലില് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷൻ ആയിരിക്കും റോക്കിൻ അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോ റോക്കിൻ എന്ന് പറയാറുണ്ട്. ഇവിടെ വന്നതിനേക്കാളും മുന്നേ ഐഷുന്റെ റോക്കിൻ കേട്ടിട്ടുണ്ട്. റോക്കിൻ ആൽബർട്ട എന്നൊക്കെയാണ് നമ്മുടെ മെയിൻ വാക്കുകൾ. അപ്പൊ ആരെങ്കിലും സെന്ററിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റോക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാം വളരെ അടുത്താണ് കേട്ടോ. ഒരു എക്സിറ്റ് നേരെ ഡാമിലോട്ടാണ്. അപ്പൊ നമ്മൾ ഡാമിലോട്ട് എക്സിറ്റ് ചെയ്യുന്നു. അവിടെ നമ്മുടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കുക്കി ഉണ്ട്, അതൊന്ന് വാങ്ങിച്ച് കഴിക്കുന്നു. ഈ തണുപ്പത്ത് കുക്കി അവിടുന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. നമ്മളത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ടൊക്കെ കഴിക്കുന്നതിനേക്കാളും ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ അവിടുന്ന് അത് ഫ്രഷ് ആയിട്ട് വാങ്ങി ആ ചൂടത്ത് കഴിക്കണം. ഒരു കുട മേടിച്ചാലോ? ഹേമേന്ന് മേടിക്കാം, കാരണം മഴയുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ടായിരുന്നു, അഹങ്കാരക്കാരെ എടുക്കാതെ ഇറങ്ങിയതാ ഞാനും നീയും. ഇടയിൽ കുറച്ച് വെയിലായിട്ടുണ്ടായിരുന്നു. ഇതേ നമ്മളിങ്ങനെ നേരെ ഇവിടുന്ന് ചെന്ന് ഇറങ്ങുന്ന ഈ ഒരു സ്ഥലമല്ലേ, ഇവിടെയാണ് കുക്കിക്കട വരുന്നത്. ഇന്ന് ഒരു വീക്ക് ഡേ ആവുകൊണ്ട് ക്യൂ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കണം. ക്യൂ ഇല്ലല്ലോ? ക്യൂ ഉണ്ടല്ലേ, പക്ഷെ ഇത്രയേ ഉള്ളൂ, 4 പേര്. ഇവർ തുടങ്ങിയ സമയത്ത് ഒരു ചെറിയ കടയായിരുന്നു, ഓർമ്മയുണ്ട്, ഒരു കുട്ടിക്കട ഉള്ളിക്ക്. പക്ഷെ ഭയങ്കര മൂവിങ് ഇവരുടെ കുക്കി ആവുകൊണ്ട് ഇപ്പോൾ ഇവർ സെന്ററിൽ തന്നെ വന്ന് ഇറങ്ങുന്ന പോയിന്റിൽ തന്നെ കുറച്ച് വലിയ ഷോപ്പാക്കി തുറന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഒരു വീക്ക് ഡേ ആയിട്ടും ഫാൻ സ്റ്റേപ്പിൾ. രണ്ടുപേർക്കും നന്നായിട്ട് തണുക്കുകൊണ്ട് നമ്മൾ തൽക്കാലം ക്യൂന്ന് എക്സിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു, കാരണം ചെറിയ മഴയുണ്ട്. ആദ്യം ആ പരിപാടിയൊക്കെ തീർക്കാം. ഒട്ടുമിക്ക എല്ലാ ഹിസ്റ്റോറിക്കൽ സിറ്റീസിലും ഉള്ളതുപോലെ ഇവിടെയും ഈ ഒരു ഡാം സ്ക്വയർ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒപ്പം ഇവിടുത്തെ വൈബ് ഭയങ്കര രസമാണ്. ഒരുപാട് ടൂറിസ്റ്റും കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടന്നിട്ടും നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കാനും ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. നമുക്കിന്ന് 2 ഉദ്ദേശമുള്ളത്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ബേബി ക്ലോത്ത്സ്, 2 നമ്മൾ 3rd ട്രൈമസ്റ്ററിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ ട്രൈമസ്റ്ററിലും ഒരു ഫോട്ടോഷൂട്ട് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. പിന്നെ 2nd നമ്മൾ വളകാപ്പ് ചെയ്തല്ലോ, അപ്പോൾ അതന്നെ നല്ലൊരു ഫോട്ടോഷൂട്ടായിരുന്നു. പിന്നെ 3rd നമ്മളൊരു തീമും കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഞാനും സെൻചേട്ടനും റോസും എല്ലാം കൂടെ നടന്നുകൊണ്ടിരിക്കുക. റോസാണ് നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ
എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. കാരണം കുറച്ച് എന്താ അതിന് പറയുക, കുറച്ച് അൽക്കുലത്ത് പരിപാടികൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാനുള്ളൊരു ഫോട്ടോഷൂട്ടാണ്. എസ്തെറ്റിക് ഫോട്ടോഷൂട്ടാണ്. അപ്പം നമുക്ക് ആദ്യം ബേബി ക്ലോത്ത്സ് നോക്കാൻ വേണ്ടി പോവാം. അതിനു മുന്നേ എനിക്ക് ഈ ഒരു ഡാം സ്ക്വയറിന് നേരെ ഓപ്പോസിറ്റ് ബൈൻഗോർഫ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യം വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം നല്ലൊരു ഡ്രസ്സ് എടുക്കണം കേട്ടോ. എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു നമ്മൾ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡായിട്ടുള്ള ഒരു റോംബർ തന്നെ കൊടുക്കും, അത് ഇടിക്കുന്നായിരുന്നു. പക്ഷെ അച്ചേച്ചിൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ നല്ലൊരു ഡ്രസ്സ് എടുക്കണം. അവർ ചിലപ്പോൾ 1 ടൈം ഒക്കെ യൂസ് ചെയ്യുള്ളൂ, പക്ഷെ അവർ ഫസ്റ്റ് ഇടുന്ന ഡ്രസ്സല്ലേ, നല്ല ഭംഗിയായിട്ട് എടുക്കണം എന്ന്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് എടുക്കാം. എവിടെ കിട്ടും? എവിടെ നോക്കിയാലോ? നമ്മൾ ജൂലൈക്ക് വേണ്ടി എടുക്കണ്ടേ, സ്വെറ്റേഴ്സൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഒഴിവാക്കുന്ന നല്ലതായിരിക്കും. അറിയില്ല ഈ കുഞ്ഞു പിള്ളേർക്ക് ജനിച്ചിട്ടുണ്ടോ തണുക്ക ചൂടെടുക്കുക ചെയ്യാ. ചൂട് വേണം, പക്ഷേ പൊള്ളിക്കാനും പാടില്ല. സ്വെറ്റർ ഒക്കെ ഇട്ടിട്ട് എന്താ അത് നമ്മൾ ഈ കുട്ടീനെ റിസീവ് ചെയ്യുന്ന സമയത്ത്, റിസീവ് ചെയ്യാൻ എനിക്കറിയുന്ന എന്തൊക്കെയോ വാക്കുകൾ ഉപയോഗിക്കണം അങ്ങനെയാണോ സമയത്ത് ഒരു കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള സാധനം നമുക്ക് എനിക്ക് കുറച്ച് വൈറ്റ് നല്ലത് എന്റെ മൈൻഡില്. പക്ഷെ ഒരു റോംബർ കിട്ടി 54 സെന്റിമീറ്റർ ഇവിടെ ഒട്ടും കളക്ഷൻ ഇല്ല അല്ലേ? കുറച്ച് എനിക്ക് കുട്ടി ആയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പല പല ന്യൂ ബോണിന് പറ്റിയ നമ്മൾ അവിടെ കണ്ടത് നന്നായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ രസമുണ്ട്, പക്ഷേ കുറച്ച് വലുതാ, കുറച്ച് വലുതുമാണ്. ആ ഒരു ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ ഇല്ല. ഉണ്ടോ? 1-2 വീക്സ് ഒക്കെ ആയിട്ട് പുറത്തുകൊണ്ടുപോകുമ്പോൾ ഇരിക്കാൻ പറ്റുന്ന ഡ്രസ്സസ് ഒക്കെ ഉണ്ട്. എന്താ ചെയ്യാം? നല്ല രസമല്ലേ ഈ ഒരു ഹെലോ വേൾഡ് നെയിം ബോർഡ്? നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇതെടുക്കാം. പിന്നെ ഒരു ബേബി ക്വിൽട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ലിസ്റ്റിൽ. അപ്പോൾ നല്ലൊരു ക്വിൽട്ടും കിട്ടി. ബോബ് ക്ലോത്ത്സ് ആണോ? അല്ലല്ലോ. അല്ല, അത് ഇത് തന്നെ സ്വാഡിൽ ക്ലോത്ത്. ഇത് വെറുതെ തന്ന പോലെ ഞാൻ വേണ്ട പറയും. രാത്രി കണ്ട ഞാൻ വരെ പേടിക്കും. ഒരു ഇതെന്താ ഉദ്ദേശിച്ച്? ക്യൂട്ട്നെസ്സും ഇല്ല, മെറ്റീരിയൽ കൊള്ളില്ല. ഒരു രസമല്ലേ കാണാൻ? ഇഷ്ടം പോലെ ഉണ്ട്. നല്ല മൂവിങ് ആയിട്ടുള്ള ഐറ്റം. ആ ഡ്രസ്സിന്റെ പേരാന്ന് തോന്നുന്നു ഐഷു. ഇത് രസമല്ലേ? പക്ഷെ നമുക്ക് ഇപ്പോഴത്തേക്കും അത് പറ്റൂല. ഇതാ വൈറ്റ് ഇതാ നടക്കണം കേട്ടോ. അതൊക്കെ നല്ല, പക്ഷെ ഇപ്പൊ നമ്മുടെ ഇതുമല്ല നമ്മുടെ പേർപ്പസിന് പറ്റുന്നത്. റോസിന്റെ മനസ്സിൽ എന്തോ ഒരു സംഗതി ഉണ്ട്. അല്ല, റിസീവ് ചെയ്യുമ്പോ നമുക്ക് വേണ്ട ഒരു സാധനം ഇവിടെ കാണുന്നില്ല. റോസിന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്, അത് കിട്ടിയിട്ട് നമ്മൾ ഓ മൈ ഗോഡ്. ഇത് ബേബീസിനെ സ്വാഡിൽ ചെയ്യുന്ന ഒരു സംഗതിയാണെന്നാ തോന്നുന്നത്. നമുക്ക് രണ്ടുപേർക്കും കണ്ടിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. കുറെ നേരം തിരിച്ചു മറിച്ചൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് റോസ് ഒരു കൊച്ചിനെ വളർത്തി വലുതാക്കിയിട്ട് എന്താ സംഗതി? അതിൻ്റെ ഉള്ളിൽ കൊച്ചിനിട്ട് ഒരു പെരുമ്പാമ്പ് ഒഴുങ്ങിയ ഫീൽ ആയിരിക്കും. ഇവള് മറ്റേ മാടമ്പള്ളിയിലെ യക്ഷിയായിരുന്നു കേട്ടോ. കിടന്ന് ഓടി കളിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചു നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഒരു റാറ്റിൽ കിട്ടി, പിന്നെ ഒരു നെയിം ബോർഡ്, പിന്നെ ഈ റൈറ്റും. ബേബി ക്വിൽറ്റ് എവിടുന്ന ഇനി നമുക്ക് റിസീവ് ചെയ്യാനുള്ള ഡ്രസ്സ് കിട്ടും? എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഇവിടെ കിട്ടുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. റാംസിഫൈലിൽ നല്ല പ്രതീക്ഷയുണ്ട്. അവിടെ ബേബിക്ക് മാത്രമുള്ള ഷോപ്പാണ്. ആണോ? നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ? ജാക്കറ്റ് വേണ്ട, നമുക്ക് പെട്ടെന്ന് നടക്കാം. അല്ല നീട്ടോ, നമുക്ക് പെട്ടെന്ന് നടക്കാം. കുഞ്ഞു ചാറ്റൽ മഴയുണ്ട് മുഖത്തേക്ക് ഇങ്ങനെ. നല്ല മഴ. കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടുന്ന് റിസീവ് ചെയ്യാനുള്ള ഡ്രസ്സ് എങ്കിലും കിട്ടുമായിരിക്കും എന്ന്. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. കുറച്ച് ഇത് കിട്ടിയില്ല, നമുക്ക് ആക്സസറീസ് കിട്ടി. പക്ഷെ അതെനിക്ക് ഇഷ്ടം പോലെ കിട്ടിയതാ പല സ്ഥലത്തുനിന്നും. വീണ്ടും ഒന്നും കൂടെ വാങ്ങിയതേ ഉള്ളൂ. അതെ, പിന്നെ റോംബർ ഒന്നും കിട്ടിയില്ല. അവിടെ 56 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതും ഒറ്റൊന്ന് അല്ലേ, ഒറ്റ 56 കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് തൽക്കാലം പോയി ലഞ്ച് കഴിച്ച് ഡിസപ്പോയിൻമെന്റ് ഒന്ന് മാറ്റി വേറെ 1-2 കടകളിൽ പോവാം. എനിക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ചൈനീസാണ് കേട്ടോ. അതിവിടെ സെൻറ്ററത്ത് ഡാമിൻ്റെ അടുത്ത് തന്നെ ഫുളു മാന്ത്രിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ എനിക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ നമ്മുടെ ടേസ്റ്റിലോട്ട് വരുന്ന നല്ല ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ കിട്ടും ഇവിടെ.
റോസ് ഇവിടെ വന്നിട്ടും കാര്യമായിട്ട് നമുക്ക് റിസീവ് ചെയ്യാനുള്ള ക്ലോത്ത്സ് എവിടെ കിട്ടുന്നുള്ളത് ഓൺലൈൻ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത്. നമുക്ക് 2 പേർക്കും കൂടെ ഒരു ഡിഷിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇത് തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. ഞാൻ ഏകദേശം 2 വർഷം മുന്നെയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. അന്ന് ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് എനിക്ക് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ ഷെഷ്വാൻ പെപ്പർ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചിങ്ങനെ നാക്ക് തരിക്കുന്നത് പോലത്തെ ഒരു ഫീല് വരും. അതുകൊണ്ട് കഴിച്ച ഉടനെ എനിക്കൊരു സ്ട്രെയിഞ്ച് ഫീലിംഗ് ആയിരുന്നു. പക്ഷെ പിന്നീട് കഴിച്ച് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഷെഷ്വാൻ പെപ്പർ സേഫാണ്, പക്ഷെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പ്രഗ്നൻസിക്ക് ശേഷം 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അത് ഞാൻ വലിയ ക്വാണ്ടിറ്റി ഒന്നും കഴിക്കുന്നുമില്ല. നമ്മൾ ലഞ്ച് കഴിച്ചിറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു റോസ് ഫുള്ളു മാന്ത്രി? ഓ നല്ലായിരുന്നു. ഞാൻ ഇവിടെ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ റോസിൻ്റെതാണ് ഏറ്റവും നല്ല ഫീഡ്ബാക്ക് കിട്ടിയത്. ബാക്കി എല്ലാവരും കുഴപ്പമില്ല, ഒരു തവണ വന്ന് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ബഡ്സ് അല്ലേ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതുവരെ എന്താ കഴിക്കാത്തൊരു ഫ്ലേവർ അല്ലേ? ഒരു ഷെഷ്വാൻ പെപ്പർ ഒക്കെ വന്ന് കുറച്ചൊരു ലാസ്റ്റത്തെ ആ ഒരു കഴിച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, രസമുണ്ട്. ഇനി നമ്മൾ എന്തായാലും റിസീവ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഇവിടെ കിട്ടും തോന്നുന്നില്ല. നമ്മൾ വേറെ 1-2 ഷോപ്പ് ആംസ്റ്റൽഫെയിനും കുറച്ച് അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇന്ന് പോയാൽ നമ്മൾ എത്തില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് റോംബറും സോക്സും മിറ്റൻസും ഒക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കാം അല്ലേ? ഇത് നോക്ക്, വെതർ ഇപ്പൊ നോക്ക് നന്നായി. നേരത്തെ വീഡിയോയിൽ നമ്മൾ മഴ മുഖത്തടിക്കാതെ ഇപ്പൊ വെയിലുണ്ട്. അത് ഒരു മറ്റേ എനിക്ക് തോന്നുന്നു 3ാമത്തെ വ്ളോഗിലേത് പറയണേ. ഡച്ചിൽ പൊതുവെ ഒരു സെയിങ് ഉണ്ട്, 3 W വിശ്വസിക്കരുത്. വെദർ വർക്ക് ആൻഡ് വൈഫ് അല്ല, ഒരു വുമൺ എന്നാണ് പറയാറ് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ആ പഴഞ്ചൊല്ലിൽ വലിയ വിശ്വാസമില്ല, പക്ഷെ ഇവരൊരു പഴഞ്ചൊല്ലാണ്. ഇതാണ് നമ്മുടെ ഡച്ച് പാലസ്. ഡച്ച് പാലസിന്റെ തൊട്ടടുത്തൊരു H&M ഉണ്ട്. അവിടുന്ന് നമുക്ക് ഷൂട്ടിന് വേണ്ട കുറച്ച് ഡ്രസ്സ് കിട്ടുമോ നോക്കാം. റോസിനോട് ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്താൽ പറഞ്ഞതുകൊണ്ട് ഇത് മറ്റേ ഞാൻ പ്രസവിക്കാൻ എനിക്ക് ഡ്രസ്സിലാണെങ്കിൽ പോവാം. ലേബർ റൂമിൽ നൈറ്റിട്ട് കയറുന്ന ഇത് കൊള്ളുന്നില്ല എനിക്ക്. ഇത് മറ്റേ മെറ്റേണിറ്റി വെയർ ഒന്നും അല്ല, പക്ഷെ കൊള്ളൂലെന്ന് അറിയാൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷെ ഈ സിബ് അടയില്ല. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഇന്ന് നമ്മൾ വന്ന കാര്യമൊന്നും നടക്കണില്ലെങ്കിലും ഒരു കാര്യം രാവിലെ തൊട്ട് വൃത്തിക്ക് നടന്നു. തീറ്റ കപ്പി മീനും കഴിച്ചു. ഫുള്ളു മാൻഡ്രിനിൽ പോയി. ഇനി നമുക്ക് കുക്കി വാങ്ങിക്കാൻ പോവാം. ഇവിടുത്തെ ഒന്നും ഉണ്ടല്ലോ, സെൻട്രത്തിലൊന്നും H&M-ലും സാറയിലും ഒന്നും കിഡ് സെഷൻ ഇല്ല. H&M-ലില്ല, സാറയിലുണ്ട് തോന്നുന്നു. ഞാൻ കണ്ടൊരു അതും ഇവിടെയാണോ എന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ റോംബർ പരിപാടി എത്ര നടക്കുന്ന അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ക്ലോത്തിങ് പരിപാടി എത്ര നടക്കുന്ന അറിഞ്ഞൂടാ. നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് സാറയിൽ ഇങ്ങനെ 1-2 ഓപ്ഷൻസ് കണ്ടു. ഇതും പക്ഷെ നമുക്ക് നമ്മൾ എന്താ പറയാ, ഹോസ്പിറ്റലിൽ നിന്ന് ഇടിക്കാനല്ലോ, നമുക്ക് കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടല്ലേ. റോസിന്റെ മനസ്സിൽ എന്തോ ഒരു സംഗതി ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. റോസിന് എനിക്ക് എന്റെ വളകാപ്പിന് മിസ് ചെയ്തായിരുന്നു. കാരണം എന്റെ വളകാപ്പിനെല്ലാം ഞാനാണല്ലോ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപർണി അല്ല, ഇത് തീരെ ചെറുതാണോ? 0 to 1 വേണോ? അതോ ഒന്നെന്തായാലും എടുക്കാലോ. 1 to 3 ഇത് നോക്ക്. ഇത്രയും വേണ്ടേ? ഇത് കുറച്ച് വലുതായി പോകും. കുട്ടി ചെറുതാണെങ്കിലോ പെട്ടെന്ന് വലുതാവോ കുട്ടികള്? നിനക്കാണ് അറിയേണ്ടത്, എനിക്കറിയില്ല അത് എത്ര പെട്ടെന്ന് വലുതാവുന്ന. എന്റെ ബാക്കിലെ ലൈറ്റ് ഒരു മിനിറ്റ് മിന്നി തിളങ്ങി മറയുന്നുണ്ട്. റോസ് ഓരോ ഡ്രസ്സും എന്തിനാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഹോസ്പിറ്റലിൽ ഇട്ടോണ്ട് നടക്കാൻ. പക്ഷെ ഹോസ്പിറ്റലിൽ ഞാൻ അധികം ഇവര് പറയുന്ന അനുസരിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഡിസ്ചാർജ് ആവും. ഇതൊക്കെ അങ്ങനെ വേണ്ടിയിട്ട് ഇത് നൈറ്റിലിടാൻ സമ്മറിലല്ലേ, സമ്മർ ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് നമ്മള് വൺസി എടുത്തത്. ഇത് നൈറ്റ് ഇടാൻ വേണ്ടി. ഇനി ബ്ലൂ എന്തിനാന്നറിയോ? ഫസ്റ്റ് വാക്സിനേഷന് എന്ത് പ്ലാനിങ് ആണ് റോസ്? നീ ഇതൊക്കെ അത് നമുക്ക് ഫസ്റ്റ് വാക്സിനേഷൻ ഇടാനുള്ളതാണത്. എന്റെ വീട്ടിൽ ഫസ്റ്റ് വരാൻ പോകും. ഇനി റോസിന്റെ വീട്ടിൽ ഫസ്റ്റ് വരുമ്പോഴാണുള്ള വേറെ ഡ്രസ്സ് റോസ് നോക്കുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറയുന്നതാണേ. ഇത്രയൊന്നും ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ മിനിമം നമ്പർ ഓഫ് ക്ലോത്ത്സ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. കാരണം ഇവർ പെട്ടെന്ന് വലുതാവുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് കാലം മാത്രമാണല്ലോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്കൊരു 28-30 വീക്സിനുള്ളിൽ ക്രാംസ്വോഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി, അതായത് കുട്ടിയുടെയും അമ്മയുടെയും കാര്യങ്ങൾ ഡെലിവറിക്ക് ശേഷം നോക്കാൻ വരുന്ന ഒരാളാണ്. അവർ നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് നമുക്ക് 8 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ അവരോട് വരാൻ പറയാനായിട്ട് പറ്റും. ഇത്ര മണിക്കൂർ ഒരു ദിവസം വെച്ച്. അപ്പോൾ നമ്മൾ 10 ദിവസമാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അവർ നമുക്കൊരു ലിസ്റ്റ് തരും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡെലിവറിക്ക് മുന്നേ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതെന്ന്.
ആ ഒരു ലിസ്റ്റിൽ അവർ നമ്പർ ഓഫ് റോംബേഴ്സ് എത്ര വേണം, നമ്പർ ഓഫ് ഹാഫ് സ്ലീവ് എത്ര വേണം, നമ്പർ ഓഫ് ഫുൾ സ്ലീവ് എത്ര വേണം, പിന്നെ അതേപോലെ ബോഡി സ്യൂട്ട്സ് എത്ര വേണം, അപ്പം അങ്ങനെ കൃത്യം എണ്ണ അവർ പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണ മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ഒരു 2-3 ആഴ്ച നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുമല്ലോ, സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഫുള്ളി നമ്മൾ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ആ ഒരു ലിസ്റ്റിന് പുറമെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയ 1-2 ഡ്രസ്സ് ഞാൻ എടുത്തായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനീഷ്യൽ നമുക്കൊരു 1 മന്തിൽ പാസ്പോർട്ടിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി പോകേണ്ടി വരും, പിന്നെ വാക്സിനേഷനും കാര്യങ്ങളും. ഫസ്റ്റ് മന്തിൽ വാക്സിനേഷൻ ഇല്ല തോന്നുന്നു, കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഒരു വാക്സിനേഷൻ എടുത്തു. ആ വാക്സിനേഷൻ ഫസ്റ്റ് മന്തിൽ എടുക്കേണ്ട വാക്സിനേഷനായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അമ്മമാരെടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ 1-2 ആവശ്യത്തിന് പുറത്ത് നടക്കാൻ പോകാനോ ഒക്കെ വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എനിക്ക് ഭയങ്കര ഭംഗി തോന്നിയ 1-2 ക്ലോത്ത്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വാഡിൽ ക്ലോത്ത്സ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ബർബ് ക്ലോത്ത്സും. അങ്ങനത്തെ സംഗതിയൊക്കെ നമ്മൾ ഹേമേന്നാണ് കേട്ടോ എടുത്തത്. എൻ്റെ ഇന്നത്തെ ആംബിയർ കുറച്ച് തീർന്നു തുടങ്ങി കേട്ടോ. മുന്നത്തെ പോലെ നമുക്കൊരു ഫുൾ ഡേ ഒന്നും ഇപ്പം എനിക്ക് കിട്ടാറില്ല. മാക്സിമം ഇന്ന് എനിക്ക് തോന്നുന്നു കൂടുതലാണല്ലേ, അല്ലെങ്കിൽ 12 തൊട്ടിട്ട് 5:15. മറ്റേ എനിക്കിപ്പോൾ ഒരു 3-3.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നടത്തം ശരിയാവുള്ളൂ. പക്ഷെ ഇന്ന് കുറച്ച് തീർന്നുകൊണ്ടിരിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുക്കുന്നുണ്ടായിരുന്നു, ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, ഇരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കെയർഫുൾ ആവണം ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ഹേമേന്ന് കുറച്ച് റോംബറും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇവിടെ H&M, നമ്മുടെ എന്താ പറയുക, സെൻട്രത്തുള്ള H&M കുറച്ചും കൂടെ സെൻട്രത്തുള്ള H&M ഇതല്ലാതെ വേറൊരു H&M കൂടെ ഉണ്ട്. അവിടെ കുറച്ച് നല്ല കളക്ഷൻ ഉണ്ട്, നമ്മൾ ഓൺലൈൻ നോക്കി കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെയും കൂടെ പോയതിനു ശേഷം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം അല്ലേ? ബേബി ആൻഡ് കിഡ്സിൽ പോവാം. നമ്മൾ രണ്ടുപേരും ക്ഷീണിതരായിരിക്കുകയാണ്. റോസിന് വലിയ ക്ഷീണമൊന്നുമില്ല, പക്ഷെ കുക്കി ഇട്ടാത്തതിൽ സങ്കടം. ശരിയാ, കുക്കി അപ്പം അങ്ങോട്ട് നിന്നാ മതിയായിരുന്നു നോക്കിയോ അല്ലേ? നമ്മൾ വിചാരിച്ചപ്പോ മഴയായത് കാരണം ഇപ്പൊ തൽക്കാലം പോവാന്ന്, പക്ഷെ ഇപ്പൊ മാരക ക്യൂ ആയിട്ടുണ്ട്. ഇപ്പൊ വെയിലത്തെ ആൾക്കാര്. ഞാനും റോസും സത്യം പറഞ്ഞാൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ. ജസ്റ്റ് അമ്മു ചേച്ചിയുടെ അടുത്തും ദീപ ചേച്ചിയുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കിന്ന് വർക്കിംഗ് ആയതുകൊണ്ട് അവർക്ക് നമ്മുടെ ഒപ്പം വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു 1-2 സ്ഥലത്ത് പോയെങ്കിലും നമ്മളിവിടുത്തെ ഡച്ച് ആൾക്കാരുടെ അടുത്തും കൂടെ ഒന്ന് ചോദിക്കായിരുന്നു എന്ന് തോന്നി. ഈ ഒരു ഷോപ്പിങ്ങിന് ശേഷമാണ് അത് ചോദിച്ചത്. അപ്പോൾ ഇവിടെ പ്രീനെറ്റൽ, അതേപോലെ തന്നെ ബേബി ഡംപ്, അങ്ങനത്തെ 1-2 ഷോപ്പിലും കൂടെ നമുക്ക് പോയി നോക്കായിരുന്നു ക്ലോത്ത്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ റിസർച്ചിൻ്റെ കുറവ് കാരണം നമ്മൾ അധികം ക്ലോത്ത്സും H&M ഹേമേന്നും ആണ് നമ്മളെടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ബേബി എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ക്രാംസോഗ് വീട്ടിൽ വന്നപ്പോൾ അവരും ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ, എന്തൊക്കെയാണ് അവർ തന്നിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ 2 കളറിൽ ഒതുങ്ങുന്ന സാധനങ്ങളായി നമ്മൾ പോവുകയാണ്. ഇതൊക്കെ എന്താണെന്ന് അറിയോ, കുറച്ച് കാലം എനിക്ക് തോന്നുന്നു ഒരു 1-2 മന്ത്സിൽ അത്രയും കിട്ടിയ ഭാഗ്യല്ലേ? അതെ, 1 മാസം 2 മാസം കഷ്ടി. അപ്പൊ വീണ്ടും ഇങ്ങനത്തെ ഒരു കവറായിട്ട് വരാം. നമ്മൾ ഇങ്ങോട്ട് വന്ന് അതേപോലെ തിരിച്ചു പോകുന്ന കേട്ടോ. റോക്കിന് നമ്മൾ മെട്രോ എടുത്ത് ആംസ്റ്റർഡാം റായിൽ പോവും. അവിടുന്ന് P+R നമ്മൾ കാർ എടുത്ത് റോസിന്റെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് നമുക്ക് സ്റ്റീവിനെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകാം. നമ്മുടെ പാർക്കിംഗ് കോസ്റ്റ് 33 യൂറോ ആണ്. ഇനി നമ്മൾ നമ്മുടെ ട്രാവൽ കാർഡ് ഇവിടെ സ്കാൻ ചെയ്യും. ഇത് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടില്ല കേട്ടോ. വിഷ്ണു മൃദുവൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിംഗ് വേർഡ് എനിക്ക് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 യൂറോ. അപ്പോൾ നമ്മൾ 6 യൂറോയിൽ നമ്മൾ ആംസ്റ്റർഡാമിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. നേരെ റോസിൻ്റെ വീട്ടിൽ പോയി റോസിനെ ഡ്രോപ്പ് ചെയ്യട്ടെ. ഞാൻ ഫോണൊന്ന് ചാർജ് ചെയ്യട്ടെ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോണാണ് കീ എടുത്തോ തുറന്നു. അപ്പോൾ ഫോൺ ഓഫായാൽ ഞാൻ വണ്ടി ഇവിടെ ഓടേണ്ടി വരും. എൻ്റെ അടുത്ത് പവർ ബാങ്ക് ഇല്ലേ? എൻ്റെ ഇതിൽ ചാർജ് ആവുന്നില്ല ഫോൺ, എനിക്കറിയാൻ പാടില്ല. ഇനി നമുക്ക് നേരെ റോസിൻ്റെ അങ്ങോട്ട് പോവാം. കഴിഞ്ഞ 1-2 വീഡിയോയിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടായി എനിക്ക് എൻ്റെ അണ്ടർ ഐ ഭയങ്കര ഡാർക്കായിട്ടുണ്ടല്ലോ എന്ന്. എനിക്ക് പ്രഗ്നൻസിയിൽ വന്നൊരു ചേഞ്ചാണ് കേട്ടോ അത്. എനിക്ക് ഉറക്കത്തിനൊന്നും ഇതുവരെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ കണ്ണിൻ്റെ താഴെ അതേപോലെ ആംപിറ്റ് അതൊക്കെ എനിക്ക് കുറച്ച് ഡാർക്കനായി വരുന്നുണ്ട്. ഈ ഒരു പ്രഗ്നൻസിയുടെ ഫേസ് ആയിരിക്കും. സ്റ്റീവൻ ഇപ്പോൾ ഭയങ്കര സ്പൈഡർമാൻ പ്രാന്താണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ അവന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി നേരെ വീട്ടിൽ പോവാം. ഞാനൊരു അരമണിക്കൂർ അവിടെ ഇരുന്നു കേട്ടോ. കാല് ഭയങ്കര ഇങ്ങനെ വേദന. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇവിടുന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീട്. വൈകുന്നേരം ഈ ഒരു സമയത്താണ് ഞാൻ അമ്മേനെ വിളിക്കാറ്. അപ്പോൾ അമ്മേനോടൊക്കെ വർത്താനം പറഞ്ഞ് നമ്മളിതേ വീട്ടിലെത്തി. വിഷ്ണുവിനെ കഴിഞ്ഞ് 1-2 ആഴ്ചയായിട്ട് നല്ല പണിയാണ് കേട്ടോ. വീക്കെൻഡ്സ് പോലിരുന്ന് പണിയെടുക്കുന്നത് കാണാം. അതിൻ്റെ ഒരു ടെൻഷൻ മുഖത്തുണ്ട്.
ഇതുവരെ നടന്ന എല്ലാ ബേബി ഷോപ്പിങ്ങിനും ഞാനും വിഷ്ണു ഒരുമിച്ചാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാനും റോസും കൂടെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു, വിഷ്ണുവിന് ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇനി നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം നമുക്ക് ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ തീരണം. ഇനി ഈ ക്ലോത്ത്സൊക്കെ നമുക്ക് കഴുകി ചെറുതായി ഉണക്കി ഒന്ന് അയൺ ചെയ്ത് മടക്കി ഇസ്ത്രി ഇട്ട് വെക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സമയം കണ്ടിട്ടാണ് ഇന്ന് തന്നെ എന്തായാലും പോകാൻ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചത്. ഞാനും റോസുമാണ് പോയിട്ടില്ലെങ്കിലും വിഷ്ണുവിൻ്റെ നല്ല നിരീക്ഷണം നമ്മൾ പോയതിൻ്റെ മുകളിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു സാധനം നമ്മൾ ഓവർ ബൈ ചെയ്തിട്ടില്ല. പോകുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കൃത്യം ഇത്ര എണ്ണം എടുത്ത് അവരെ ലിസ്റ്റിൽ നോക്കി എത്ര എണ്ണം വാങ്ങിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിച്ചിട്ടാണ് പോയത്. 1-2 എണ്ണം എൻ്റെ ഇഷ്ടത്തിന് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു 2 ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വാങ്ങിച്ച ക്ലോത്ത്സും അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ക്രോഷയുടെ ഡോൾസും സോഫ്റ്റ് ടോയ്സും എല്ലാം വെച്ചിട്ട് പെട്ടി അടയ്ക്കുന്നത് പോലെ. അന്ന് എനിക്ക് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്രയൊന്നും ടോയ്സ് നിങ്ങൾ വാങ്ങിക്കേണ്ട എന്നുള്ളത്. അതിലുള്ള 2 ടോയ് എന്തോ ആണ് ഞാൻ വാങ്ങിയത്. ബാക്കിയെല്ലാം നാട്ടിൽ പോയ സമയത്തും ഇവിടെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ വരുന്ന സമയത്ത് കൊടുന്നതാണ്. റോസ് ഈച്ച് ടൈം ഈ വീട്ടിൽ വരുമ്പോൾ ഒരു സോഫ്റ്റ് ടോയ് ആയിട്ടാണ് വരിക. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളന്ന് കണ്ടത്, മുഴുവൻ ഞാൻ വാങ്ങിയതല്ല. എന്തായാലും വാങ്ങിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിഷ്ണുവിനെ കാണിച്ചു. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് പ്രോപ്പർലി എടുത്ത് വെക്കണം. ഇന്ന് വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഓഫ് വൈറ്റ് കുട്ടിക്കുപ്പായാണ്. ഇഷ്ടപ്പെട്ടോ ഡ്രസ്സ്? അത് ഓന് വാങ്ങിയ ഡ്രസ്സാണ്. ആദ്യത്തിൽ വിഷ്ണു ഉണ്ടല്ലോ ഇങ്ങനെ അവൻ എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഞാനൊക്കെ അധികം ഓന് ഓള് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്കൊരു സ്വന്തം അടുപ്പുള്ള ഒരാളെ പോലെ തോന്നുക. അങ്ങനെ ഞാൻ വിഷ്ണുവിനെ അവൻ എന്ന് മാറ്റി ഓനാക്കിയിട്ടുണ്ട്. ലവിഷ്, നമ്മൾ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പ്രദൂൻ്റെ ഗീതുവിൻ്റെ അടുത്തോട്ട് പോവുകയാണേ. ഇന്ന് ഡിന്നറിന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അമ്മയും അച്ഛനും വന്നിട്ട് 2 ആഴ്ചയായി. അമ്മ വന്നപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ കഴിക്കാൻ തോന്നുന്നതെന്നുള്ളത്. കാരണം നമ്മൾ പൊതുവേ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുമല്ലോ. എനിക്ക് ആക്ച്വലി അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു ഫീലിംഗും ഇല്ലാത്തത് കാരണം ഇന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളോട് കഴിക്കാൻ വരാൻ പറഞ്ഞു. മമ്മി വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് നമ്മളല്ലേ. പറയും മമ്മി എന്തൊക്കെയുണ്ട്. മമ്മിയെ ഞാൻ വ്ളോഗിലെടുത്തു. മമ്മിക്ക് വ്ളോഗിൽ വന്നതിന് ശേഷം ഭയങ്കര ഫാൻസാന്നാണ് മമ്മി പറയുന്നല്ലേ. അയ്യോ എനിക്കല്ല, മമ്മിക്ക് ഫാൻസാന്ന്. നമുക്കപ്പൊ എന്തൊക്കെയുണ്ട് മമ്മി? ചെമ്മീൻ അച്ചാറ്, മാങ്ങ 2 സൈസ് മാങ്ങ അച്ചാറ്, ബീഫ്, മാമ്പഴം പുളിശ്ശേരി, ഉണക്കമീൻ, ബീറ്റ്റൂട്ട് തോരൻ. ഇത് ഈ പ്ലേറ്റ് കാലിയായിട്ട് ബീറ്റ്റൂട്ട് തോരൻ, ചോറ്. പിന്നെ പ്രദൂനും വിഷ്ണുവിനും ചപ്പാത്തി മാമ്പഴപ്പുളിശ്ശേരി, പൊറോട്ടയും മാമ്പഴപ്പുളിശ്ശേരി. എന്റെ അമ്മോ. നമുക്ക് നമ്മളോടും ഒരുപാട് പ്രായക്കുറവുള്ള ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് നല്ല വൈബായിട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളൊരു സ്കില്ലാണല്ലോ. അത് മമ്മിക്കുണ്ട്. ഇത് ഗീതുവിൻ്റെ മമ്മിയാണ് കേട്ടോ, അത് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ രാത്രി കുറേ നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ ഇന്ന് പിരിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.